വാർ നമ്മൾ തീരുന്നു വിചാരിച്ചതുപോലെ അങ്ങനെ അത്ര പെട്ടെന്ന് തീരുന്ന ഒരു വാറല്ല ഇത്. അമേരിക്കയുടെ ഇതിനകത്ത് പറ്റിയ ഒരുപാട് വീഴ്ചകളും ഫോൾസും ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. വാർ തീരുന്നതിന് പകരം ഇപ്പൊ ഇതിങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ റീസെന്റ് ചെയ്ത ഒരു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് അറിയാവുന്ന ഒരു ജേർണലിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അവരടുത്ത് പറഞ്ഞു എന്താണ് നമ്മൾ വാർ ഉടനെ തന്നെ അവസാനിപ്പിക്കും. അത് പറയാൻ കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓയിലാണെങ്കിലും പിന്നെ ഡോളറിന്റെ ഇതാണെങ്കിലും എല്ലാം ഇടിഞ്ഞങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് അതൊന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇപ്പം ഡോളർ ഓയിൽ വന്നിട്ട് $178 വരെ ഓയിലിന്റെ പ്രൈസ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം 130 138 ആ റേഞ്ചിലോട്ടാണ് ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ട് മാത്രം. അതായത് അതൊന്ന് റിക്കവർ ചെയ്യാൻ ഓയിലിന്റെ ആ ഒരു ഹൈക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ആ ഒരു ഹൈക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. സോ അത് എത്ര നാളെ പുള്ളിക്ക് പറയാൻ പറ്റും? സോ ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർ നിർത്താൻ തയ്യാറല്ല. വി ആർ റെഡി ടു പ്രൊലോങ് ദിസ് വാർ. നമ്മൾ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ വാർ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അതിന് കംപ്ലീറ്റ്ലി സജ്ജമാണ്. ഇറാന് 10 വർഷം മുമ്പേ ഇറാൻ തുടങ്ങിയ പ്ലാനിങ് ആണ് ഇപ്പോൾ അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം ഈ സ്ഥലങ്ങളെല്ലാം കറങ്ങി വന്നിട്ട് ഇപ്പം വെനിസ്വേലയിൽ കയറി അവർ ചുമ്മാ കയറി അടിച്ചതുപോലെ ഇറാനിലും കയറി അവിടുത്തെ റെജീം ചേഞ്ച് വരുത്തി കളയാം എന്ന് നിസ്സാരമായിട്ട് അവിടെ ഉള്ള ഒരു ഭരണാധികാരിയെ തട്ടിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് കയറി വരാം എന്ന് ചിന്തിച്ച് ചെന്ന് കയറി പെട്ട ഒരു പണിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് അതിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക, ഒന്നും ചെയ്യാതെ നേരെ കയറി എടുത്തു ചാടി ചെന്ന് വീണ ഒരു കെണിയാണിത്. അവർ കെണി ഒരുക്കി കാത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ആശാൻ പോയി അതിനകത്ത് വീഴുകയും ചെയ്തു. ഹിറ്റ്ലറിന്റെ ഒരു രീതിയിലോട്ടാണ് ഇപ്പം ആക്ച്വലി ഡൊണാൾഡ് ട്രംപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിറ്റ്ലറിസം എന്താണോ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇപ്പം പുള്ളി പോകുന്ന. കാരണം ആരെയും എവിടെയും കയറി അടിക്കുക, ഏത് രാജ്യവും നമ്മളുടെ കീഴിലാണ്, നമുക്ക് ആരെയും അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഹിറ്റ്ലർ അങ്ങനെയൊക്കെയായിരുന്നു, അറിയില്ല, യൂറോപ്പ് മൊത്തം കീഴടക്കണം, എന്നിട്ട് ബ്രിട്ടന്റെ അറ്റത്ത് അത് ബ്രിട്ടൻ എടുത്തു എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ടാണ് അവിടെ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. സോ അങ്ങനെ ഒരു ആ ഒരു മെന്റാലിറ്റിയും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. നമ്മൾക്ക് മീതെ ആരുമില്ല എന്ന് വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ആളാണ് പുള്ളി. സോ അതിൻ്റെതായ ചില മണ്ടത്തരങ്ങളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് റിക്കവർ ചെയ്യാനായിട്ടാണ് ഇപ്പൊ കിടന്ന് കൈയിട്ടടിക്കുന്നത്. പുടിൻ യുക്രൈനിൽ 34 പേര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34 പേരാണ്, 34 എങ്ങാണ്ട് മരിക്കുന്ന സമയത്ത് അന്ന് പുടിനെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ ക്രൈം എന്ന് വെച്ചാൽ യുദ്ധ സമയത്ത് ദ്രോഹം ചെയ്തു എന്നുള്ളതാണ് വാർ ക്രൈം എന്ന് പറയുന്നത്. വാർ ക്രൈമിന് പുള്ളിയെ എന്താണ് വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ അതേ സെയിം ആള് തന്നെ ഈ ഇറാനിലെ സ്ത്രീകളെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇറാനിലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ബോംബിട്ടേക്കാണ്. ഒരു 168 കുട്ടികൾ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 164 168 ആണ്. 68 കുട്ടികൾ അവിടെ മരിക്കണം, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂള്. അത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പരിപാടി ചെയ്തു വെച്ചേക്കുന്നത്? അത് അപ്പൊ പുള്ളി എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള പല പരിപാടി, എന്നിട്ട് പുള്ളി എന്താ ചെയ്തത്? ഇത് കൊണ്ടുവന്ന് മറ്റൊരാളുടെ തലയിലിട്ടു, അതായത് ഇത് ഇസ്രായേലിലെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ അവസാനം എവിഡൻസസ് കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. ബിക്കോസ് ഡേ ബിഫോർ യെസ്റ്റർഡേ ഉള്ള മെനഞ്ഞാൻ നടന്ന പ്രസ് കോൺഫറൻസിൽ വരെ അവർ ബ്രീഫ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടേതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, ബാക്കി സോഴ്സസും കാര്യങ്ങളും എല്ലാം പുറത്തു വരുമ്പോഴത്തേക്കും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് അമേരിക്കയുടെ തന്നെ മിസൈലാണെന്നുള്ളത്. സോ ഒരു രാജ്യത്തെ ഇവർ ഫ്രീ ചെയ്യുന്നു. ഓക്കെ, ഇറാനിലെ സ്ത്രീകൾ അവിടെ ഒപ്രസ്ഡ് ആണ്, എന്നാൽ അവർക്ക് പുറത്തുനിന്ന് ഒരു രക്ഷകൻ വരുന്നു, അവരെ രക്ഷിക്കുന്നു, ആയിക്കോട്ടെ. പക്ഷേ ഒരു നാട്ടിലുള്ള ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു റെജീം ഇവർ കയ്യിലെടുക്കാൻ പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവത്തില്ല. ലൈക്ക് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവർ എന്ത് നേട്ടമാണ് നേടാൻ പോകുന്നത്? അപ്പൊ അതും ഇപ്പൊ പുടിൻ ചെയ്യുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇവർ പറയുന്നതാണ് പുടിൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഒരു വാറിലോട്ട് ചെന്ന് കയറിയിട്ട് ഒരു സ്കൂളിന് മുകളിൽ ഒരു ബോംബ് എടുത്തിട്ട് 168 പേരെ കൊന്നിട്ട് അവർ ഏത് രീതിയിലാണ് അവർക്ക് അത് ന്യായീകരിക്കാൻ പറ്റുന്നത്? ആൾക്കാരെ കൊന്നുകൊണ്ടല്ല നമ്മൾ ഒരു ജനതയെ നമ്മൾ ഫ്രീ ആക്കേണ്ടത്. അതിന് ഇവർ പ്രിപ്പയർഡ് ആവണമായിരുന്നു. ഇവർ ചെന്ന് കയറി ഇപ്പം എന്താണ് ഈ ആയത്തുള്ള കമ്പനിയെ കൊന്ന സമയത്ത് ഇവർ മനസ്സിലാക്കേണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തന്ത്രം, ഈ ഒരു വാർ ടാക്ടിക്സ് എന്ന് പറയുന്നത് അവർ ഡീകോഡ് ചെയ്യും എന്ന് ഇവർ മനസ്സിലാക്കണമായിരുന്നു. സോ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് പാറ്റേൺ ഓഫ് ലൈഫ്. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്, വേൾഡ് വാർ 2 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ഉള്ളപ്പോൾ തന്നെ ഹിറ്റ്ലറിനെ കൊന്നുകളയുക, ആ സ്റ്റാലിനെ കൊന്നുകളയുക, ഇതുപോലെ അന്നത്തെ ഭരണാധികാരികൾ ഇതിൽ ഇറങ്ങി നിൽക്കുന്ന ഒഫൻസീവിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൊന്നുകളയുക. അപ്പം എന്താ പറ്റുന്നത്?
ഇപ്പം ഇങ്ങനെ ഒരു വാറേ നടക്കില്ല. കാരണം വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാർ എൻഡ് ചെയ്യും. അതിനാണ് പാറ്റേൺ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഇവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്തിരുന്നു. ഇപ്പം ബ്ലിറ്റ്സ്കർഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വർക്ക് ചെയ്തിരുന്നു എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ള 2024 ഇവർ ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെ ടേക്ക് ഔട്ട് ചെയ്തപ്പോഴും പിന്നെ ഇതേ 2025 തന്നെ ഇറാനിൽ 12 ഡേ വാർ നടത്തിയപ്പോഴും എല്ലാം ഇത് വർക്ക് ചെയ്തിരുന്നു. ഈ കോൺസെപ്റ്റ്, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ നേതാവോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സംഘടിച്ച് നിൽക്കുന്ന സമയത്ത് അതിന്റെ നേതാവിനെ വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാം. സോ ഈ കോൺസെപ്റ്റിലാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സെയിം അതിന്റെ വേറൊരു വെർഷനാണ് ഇപ്പോൾ വെനിസ്വേലയിൽ നടന്നത്. അവർ കൊന്നില്ല എന്നുള്ളത് ഇവർ പിടിച്ചുകൊണ്ട് വന്നു, അത്രേ അവർ ചെയ്യുള്ളൂ. സോ അതേ സെയിം സാധനം തന്നെ ഇവർ 5ാമത്തെ തവണയും ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഇവർ പ്രിപ്പയർഡ് ആയിരിക്കും. സോ അവർ പ്രിപ്പയർഡ് ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊസൈക് ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ മിലിറ്ററിയെ അവർ സജ്ജീകരിച്ചു. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഒരാൾ വീണ്ടിരുന്നാൽ പോലും ഇപ്പൊ ഇതിന്റെ നേതാവ് ആരാണോ ആ നേതാവ്, ജനനേതാവ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുപ്രീം ലീഡർ ആരാണോ ആ ലീഡർ വീഴുന്നിരുന്നാൽ പോലും ഇവർക്ക് വിത്തൗട്ട് എനി കമാൻഡ് ഇവർക്ക് സെൽഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് ഇവർ കൊടുത്തേക്കുന്നത്. സോ അതാണ് ഇവരുടെ, സോ അത് കംപ്ലീറ്റ്ലി എഫക്റ്റീവുമായി. അയത്തുള്ള കമ്പനിയെ വീഴ്ത്തി കഴിഞ്ഞ ഉടനെ ഇറാൻ സ്റ്റംബിൾ ചെയ്തു, ഇറാൻ ക്ലോസ് എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവരുടെ കംപ്ലീറ്റ് നെറ്റ്വർക്കിംഗ് കാര്യങ്ങളെല്ലാം പോയി ഇവർക്ക് ഇനി ഓർഡേഴ്സ് കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിരുന്ന സിറ്റുവേഷൻ നിന്ന് ഇപ്പോൾ ഇറാൻ ഫീൽസ് ലൈക്ക് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ഇറാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ അയത്തുള്ള കമ്പനിയെ വധിച്ചു. എന്നിട്ട് എന്താ ഇവർ സാധിച്ചു? ഓക്കെ, ഇറാന്റെ ആൾക്കാർക്ക്, ജനതയ്ക്ക് വേണ്ടി, ഇറാനിലെ അവിടെ ഒപ്രസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവർ ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് ആരാ ഇപ്പൊ അധികാരത്തിൽ വന്നത്? ഇതേ സെയിം ആളുടെ കുറച്ചുകൂടെ എന്താണ് ഒരു വീര്യം കൂടിയ ഒരാൾ തന്നെയാണ് വന്നേക്കുന്നത്, അയാളുടെ മകനാണ് വന്നേക്കുന്നത്. അമേരിക്ക ഇപ്പം റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനി മിസൈൽസ് ദാറ്റ് ദേ ആർ ലൂസിങ് ഓൺ ദി മിഡിൽ ഈസ്റ്റിനകത്ത് ഇവർ കൊണ്ട് കളയുന്ന ഈ മിസൈൽസും ഇവരുടെ എന്താണ് ഈ ഡിഫെൻഡ് ചെയ്യുന്ന ഈ സിസ്റ്റംസും കാര്യങ്ങളെല്ലാം കൊണ്ട് കളയുന്നതല്ല ഇവർക്ക് പ്രശ്നമാവാൻ പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൈന ഓർ റഷ്യക്കെതിരെ എപ്പോഴെങ്കിലും ഇവർക്കൊരു മറുപടി പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പെട്ടും. കാരണം ഉള്ളതെല്ലാം ഇവിടെ ഉപയോഗിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 ഈ ബലിസ്റ്റിക് മിസൈലിനെതിരായിട്ടുള്ള ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈൽസും കാര്യങ്ങളെല്ലാം ഇവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഒരു ഡ്രോണിന് 2 എണ്ണമാണ് ഇവർ വിടേണ്ടത്. ഇത് എത്ര നാൾ നിൽക്കുമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? അതങ്ങനെ അധികകാലം നിൽക്കുന്ന സംഭവമൊന്നുമല്ല. അത് പെട്ടെന്ന് തീരാന്നുള്ള ഒരു സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഡിമിനിഷിങ് വെരി ഫാസ്റ്റ്. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറ്റ് റിയലി ഹൈ റേറ്റ്. ഇതിന്റെ പ്രൊഡക്ഷൻ വീണ്ടും ഇവർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഒരു 3 മന്ത്സിന് ശേഷം ഇപ്പോൾ ചൈനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്റ്റ് ടൈമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. നേരെ കയറി തായ്വാനെ ഇവർക്ക് കയ്യിലാക്കാം. അല്ലെങ്കിൽ റഷ്യക്ക് ഇപ്പം യുക്രൈനിൻ്റെ അടുത്തുള്ള ആ വാർ, ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വാറിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടാം. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം അമേരിക്ക ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ഇപ്പം അനാവശ്യമായി എടുത്ത ഈ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെയുള്ള ചില നൂലാമാലകൾ വരും എന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇത് വരുംവരായികൾ ചിന്തിക്കാതെയാണോ ഇപ്പം ഇവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് ഇതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മോസ്തഫ എന്ന് പറയുന്ന പുള്ളിയുടെ മകനെ അവിടെ ലീഡറാക്കി. ഇപ്പൊ ആ പുള്ളിയാണ് ലീഡർ. പുള്ളി നല്ല രീതിയിൽ ഇപ്പം കാര്യങ്ങളെല്ലാം വന്ന ഉടനെ പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി പറഞ്ഞത് നമ്മുടെ ബലിസ്റ്റിക് ഒഫൻസീവ് തുടങ്ങാം. അതായത് നമുക്ക് ബലിസ്റ്റിക് മിസൈൽസ് യൂസ് ചെയ്യണം. നമ്മൾ ഡ്രോണും പിന്നെ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ നമുക്ക് ബലിസ്റ്റിക് മിസൈൽസിലോട്ട് ഡയറക്റ്റ് കിടക്കാം. നമ്മൾ ഉടൻ തന്നെ ഇസ്രായേൽ ഒഫൻസീവ് തുടങ്ങി. ഇസ്രായേലിലേക്ക് അവർ അറ്റാക്ക് തുടങ്ങി. സാക്ഷാൽ നെതന്യാഹുവിന്റെ ഓഫീസ് വരെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി റിപ്പോർട്ട്സ് പുറത്തു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഈ ഗ്രൗണ്ടിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ട്, അതായത് അതൊരു ഇത്രയും ഈസി ടാർഗറ്റ് ആവുന്നത് ഉള്ളതുകൊണ്ട് ഒരു എയർക്രാഫ്റ്റിൽ കയറ്റി ഫുൾ ടൈം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലൊക്കേഷൻസ് മാറ്റി ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് ഡേഞ്ചറസ്. കാരണം അത്രയും ചെറിയൊരു സ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്ഥലത്തിനകത്ത് നിന്നുകൊണ്ട് ഇവർ ഇത്രയും വലിയൊരു രാജ്യത്തിനോട് പൊരുതുമ്പോഴത്തേക്കും അവർക്ക് അത്രയും വലിയ പണി വരുമെന്ന് അവർ വിചാരിക്കണമായിരുന്നു. പക്ഷെ അവർക്ക് അവർ എടുത്തങ്ങ് ചാടി. ഇസ്രായേൽ പിന്നെ അങ്ങനെയാണ്. ഇസ്രായേൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിയാണല്ലോ. അവിടെ വേറെ ഇരിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സോ ഇറാൻ വാർ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പേഴ്സണലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഈ വാർ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ കാര്യങ്ങൾ നീക്കിയത്. അതായത് ഇവരുടെ കണ്ണും കാഴ്ചയും ഈ കേൾവി ശക്തിയാൽ ഇവർ ആദ്യമേ തകർത്ത്. അതായത് ഖത്തറിലെ ബേസിലുള്ള, അതായത് US ബേസിലുള്ള ഏറ്റവും $1.1 ബില്യൺ വില വരുന്ന റഡാർ സിസ്റ്റം, അതായത് 5000 മൈൽസിനപ്പുറം ഇറാനിൽ നിന്ന് ഒരു മിസൈൽ ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഇവർ 20 മിനിറ്റിന് മുമ്പ് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അത്ര പവർഫുൾ ആയിട്ടുള്ള റഡാർ. ആ റഡാറിനെ ഇവർ ഫസ്റ്റ് ഡേ, ഇറാൻ വാർ തുടങ്ങിയ ഫസ്റ്റ് ഡേ ഇവർ ടേക്ക് ഔട്ട് ചെയ്തു.
ആലോചിച്ച് നോക്കണം. അങ്ങനത്തെ 4 റഡാർ മാത്രമേ അമേരിക്കയുടെ കയ്യിലുള്ളൂ. അതിലൊരെണ്ണം ഖത്തറിലെ ബേസിലായിരുന്നു, അത് അവർ ഇല്ലാതാക്കി. അപ്പോൾ ഇവർ എത്ര സ്മാർട്ടായിട്ടാണ് ഇവർ മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ട്. ഇപ്പോഴും അവർക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 20 സെക്കൻഡ് 30 സെക്കൻഡിനകത്ത് മാത്രമേ ഇവർക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനും ഈ ഇന്റർസെപ്റ്റ് ചെയ്യാനൊന്നും ഇവർക്ക് പറ്റുന്നില്ല. അതാണിപ്പം ഈ നമ്മൾ ഈ കാണുന്ന മിഡിൽ ഈസ്റ്റിനകത്ത് ഇറാന്റെ ഇത് വന്ന് വീഴുന്നതെല്ലാം ആ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ റഡാർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ഇവർക്ക് 20-30 മിനിറ്റ് മുമ്പ് ഇൻഫർമേഷൻ കിട്ടും, അവരത് പ്രോപ്പറായിട്ട് അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. ഇവർ ആദ്യമേ കയറി ഇവരെല്ലാം കണ്ടുവച്ചിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ദേ വെർ വെൽ പ്രിപ്പയർഡ്. ആദ്യം എവിടെ അടിക്കണം എന്നുള്ളത് അവർ കറക്റ്റ് റഡാർ അടിച്ചു, സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് അവർ കയ്യിലാക്കി. വേൾഡിനെ മൊത്തം ഒരു എക്കോണമി പിടിച്ചു നിർത്തുന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ഡൗൺ, ഓയിൽ ട്രേഡ് ആണെങ്കിലും എല്ലാം $178 നിന്നിട്ട് $130 ഇപ്പോൾ വന്നത് പുള്ളി ഈ പറഞ്ഞ് വാർ ഉടനെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു റിലീഫ് ഉണ്ടായതാണ്. അതിന് വീണ്ടും കയറും. സോ ഇപ്പം ഭാഗ്യം ചെയ്ത് ഇന്ത്യയുടെ 2 ടാങ്കേഴ്സ് അവർ ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടിട്ടുണ്ട്. അത് മോദിയുടെ ഒരു ഡിപ്ലോമസി കാരണം അതങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. സോ ഈ റഡാർ എന്ന് പറയുന്നത് AN-132 AN/FPS 132 എന്ന് പറയുന്ന റഡാറാണ്. $1.1 ബില്യൺ ആണ്. ഖലാസ് ഫസ്റ്റ് ഡേ തന്നെ ഇറാൻ ഖലാസാക്കി വിട്ടുകൊടുത്തു. സോൾജേഴ്സിന്റെ ചീഫായിട്ടുള്ള പീറ്റ് ഹെഗ്സെത്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇവിടെ പെന്റഗൺ ബ്രീഫിങ്ങിനും കാര്യത്തിനും എല്ലാം വരുന്നത്. പുള്ളിയുടെ ഒരു പെരുമാറ്റം കാണാം. ഞാൻ ഇതിനകത്ത് പറ്റുന്നുണ്ടെങ്കിൽ, കോപ്പിറൈറ്റ് അടിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു ക്ലിപ്പ് ഇടാം. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇയാളൊരു സോൾജിയർ ആണോ അതോ ഒരു ഗുണ്ടയാണോ? അതായത് ഒരു ഇതിൽ വന്നിരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രൗൺ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരു എനിമിയെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഹോസ്റ്റേജ് ആക്കാൻ, ഐ മീൻ ലൈക്ക് പ്രിസണർ ഓഫ് POW, പ്രിസണർ ഓഫ് വാർ ആക്കാൻ നിൽക്കണ്ട. ഒരു ഇതാക്കി നമ്മൾ പ്രിസണറായിട്ട് കൂടെ കൊണ്ടുവരാൻ നിൽക്കേണ്ട. അയാൾ അപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കളയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെസ്റ്റാപ്പോ പഴയ വേൾഡ് വാർ 2 സമയത്ത് ഈ ജർമ്മനിയിലെ നല്ല ഐ മീൻ ലൈക്ക് ഫ്രണ്ട് ലൈൻസിൽ ഫൈറ്റ് ചെയ്ത സോൾജേഴ്സ് അല്ല. അതല്ലാതെ ഈ ഗെസ്റ്റാപ്പോ തഗ്ഗുകളുണ്ട്, ഈ ഗുണ്ടകളുണ്ട്. അവന്മാരാണ് ഈ ഗ്യാസ് ചേമ്പേഴ്സിനകത്തിട്ട് ആൾക്കാരെ കൊല്ലാനും ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, എന്ന് വെച്ചാൽ നിരായുധരായിട്ടുള്ള ആൾക്കാരുടെ മേൽ കുതിര കയറിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ ഗെസ്റ്റാപ്പോ എന്ന് പറയുന്നത്. ഇവന്മാരുടെ ഒരു സ്വരം, അതായത് അവന്മാരാണ് മിണ്ട് ചോദിക്കലും പറയലൊന്നുമില്ല, മിണ്ടിയാൽ തന്നെ വെടിവെക്കും. ഒന്നും മിണ്ടണ്ട, അവനെ കൊണ്ട് ആവശ്യമില്ല വെടിവെക്കുക, ഇവന് കുനിയാൻ വയ്യ എന്നാൽ അവനെ വെടിവെക്കുക. ഇങ്ങനെ പറഞ്ഞു നടന്ന ആൾക്കാരുടെ ആ ഒരു അതേ മെന്റാലിറ്റിയാണ് ഇയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഷിയർ അറഗൻസ്, ഭയങ്കര അറഗൻസ് എന്ന് പറഞ്ഞാൽ മൊട. അതാണ് ഈ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ അവർ പറയും, ഇങ്ങനെയല്ല നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഈ ഹെഡ്ലൈനിന് പകരം ഈ ഹെഡ്ലൈൻ വയ്ക്കുക, ഈ ഹെഡ്ലൈനിന് പകരം ആ ഹെഡ്ലൈൻ വയ്ക്കുക. ഇങ്ങനെ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് തെറ്റും, ഇയാൾ മാത്രം പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു പെരുമാറ്റവും ബിഹേവിയറും എല്ലാം. ഭയങ്കര അറഗൻസ് ആണ്. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ഇത്രയും വലിയൊരു കൺട്രിയിലെ ഒരു അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരും അത്രയും നല്ല സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു കൺട്രിയിലെ ആള് വന്നിട്ട്, മേജറായിട്ടുള്ള ഒരു ആർമി ചീഫ് വന്നിട്ട് അവരെ ബ്രീഫിങ്ങിനകത്ത് അവർ സംസാരിക്കുന്ന രീതിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു സോൾജിയർ ആണോ? ആ ഒരു വാക്ക് പറഞ്ഞതിൽ തന്നെ, നമ്മൾ പ്രിസണർ ഓഫ് വാർ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിൽ തന്നെ ഇയാളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി. സോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ട്രംപിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. സോ ഇതിനിടയിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് കൊറിയ ഇറാന് മിസൈൽസ് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു, ആന്റിഷിപ്പ് മിസൈൽസും. പിന്നെ ആന്റിഷിപ്പ് ഇപ്പം ചൈനയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർ ഹെഡ്സ് കൂടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ന്യൂക്ലിയർ വാർ ഹെഡ്സ് കൂടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമെല്ലാം തീരുമാനമാണ്. സോ വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒരു വലിയൊരു ട്രാപ്പിലോട്ടാണ് പോയി ചാടിയേക്കുന്നത്. ഇപ്പൊ ചൈനയും ഉടനെ തന്നെ അവരുടെ ആന്റിഷിപ്പ് മിസൈൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോർത്ത് കൊറിയയും എന്ത് വേണമെങ്കിലും സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ആക്ച്വലി ഒരു ട്രാപ്പിനകത്ത് പോയി വീഴുകയാണ് ചെയ്തത്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന് വെളിയിൽ ആയിരക്കണക്കിന് ഷിപ്പ് കാത്തു കെട്ടി നിൽപ്പുണ്ട്. 90% ഇൻഷുറൻസ് റേറ്റ് ഒക്കെ 90%ലാണ് പോയിരിക്കുന്നത്. സോ അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രംപ് പറയുന്നത് വെച്ചാൽ, ഈ ഷിപ്സ് എല്ലാം നമ്മൾ ഇൻഷുർ ചെയ്യുമെന്ന്. ഇവരെത്ര ഷിപ്പിനെ കാത്തു സൂക്ഷിക്കും? ലൈക്ക് എത്ര ഷിപ്സിന് ഇവരെ ഷിപ്പേ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എബ്രഹാം ലിങ്കണൊക്കെ ഈ കരിയർ ഷിപ്പ് പോലും അവിടെ നിൽക്കാൻ പറ്റാതെ വാലും ചുരുട്ടി ഓടുകയാണ് ചെയ്തത്. 1000 കിലോമീറ്റർ അപ്പുറത്ത് പോയി കിടക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ വാറിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആവേണ്ട ഒരുപാട് സമയം കഴിഞ്ഞു. ഇപ്പം നമ്മൾ പോയി സംസാരിച്ചു, നമ്മുടെ ഷിപ്സ് അവർ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്ന് അവർ വിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഡിപ്ലോമസിയുടെ ഗുണമാണ്. അവർ സംസാരിച്ച് അവർ പ്രോപ്പറായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ബാക്കി രാജ്യങ്ങളെല്ലാം പെട്ട് കിടക്കുകയാണ്. അതുപോലെ ഈ വാറിൽ ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് കുറച്ചുകൂടെ
കുറച്ചുകൂടെ കടുക്കും എല്ലാവർക്കും. കാരണം ഇപ്പം തന്നെ അതിൻ്റെ ഈ LPG എന്ന് പറയുന്ന നമ്മളധികം ഒരുപാട് പേര് ബുദ്ധിമുട്ടി, ഒരുപാട് ഹോട്ടൽസും ഒരുപാട് ഈ ലോഡ്ജ് ആണെങ്കിലും അതുപോലെ ഈ പിള്ളേർ താമസിക്കുന്ന ഹോസ്റ്റൽസ് ആണെങ്കിലും എല്ലാത്തിനും ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സോ അത് ഇനി ഈ വാർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പ്രശ്നം തന്നെയാണ്. കാരണം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് തന്നെയാണ് വേൾഡിനെയും ഒന്ന് പിടിച്ചു നിർത്താം. അവർ ഇറാൻ ഡസൻ കെയർ അബൌട്ട് ദി എക്കോണമി, ബാക്കിയുള്ള രാജ്യങ്ങളുടെ എക്കോണമി വീണെന്നാലൊന്നും അവർക്കും ഒരു പ്രശ്നമല്ല. പിന്നെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാനും പറ്റും. കാരണം അവരിപ്പോൾ ഓൾറെഡി ചെയ്തല്ലോ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഒരു സൈഡിൽ ഒരു കാര്യമാണ്. ഈ ഒരു വാർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും വേൾഡിൻ്റെ ഓർഡർ എന്താണ്. പഴയതുപോലെ അമേരിക്ക മേജറായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലോട്ടാണോ അതോ വേറെ മറ്റു പല പ്രധാന ശക്തികളും മുമ്പോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വാറിന് അവസാനം നമുക്ക് എന്തായിരുന്നാലും മനസ്സിലാവും. സോ ഒരുപാട് ആൾക്കാർ എന്താണ് നിരായുധരായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നതിന് പകരം ഇത് അങ്ങ് അധികം നീട്ടിക്കൊണ്ടു പോകാതെ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു സ്റ്റോപ്പ് ഇടുന്നതാണ് എല്ലാവർക്കും എന്തുകൊണ്ടും നല്ലത്. ബിക്കോസ് ലീഡേഴ്സിൻ്റെ കയ്യിലിരിപ്പ് കാരണം സാധാരണക്കാർ മരിക്കേണ്ട ആവശ്യമില്ല എന്ന് ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഉള്ളത് ഇപ്പോൾ ചിലപ്പം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ 2 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ അളിയൻ വരും. ആരാണ് ട്രംപ് വന്നിട്ട് പറയും, എടാ നമ്മൾ പുള്ളി വന്ന് എൻ്റെ കാല് പിടിച്ചു എന്നിട്ട് മാപ്പ് പറഞ്ഞു, അപ്പോൾ ഞാൻ ക്ഷമിച്ചു, അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ വന്ന് നിങ്ങളാണ് സാർ എല്ലാം എന്ന് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് കോൺഫറൻസ് എടുത്തു. പുള്ളി അതൊക്കെ ചെയ്യും. എന്നിട്ട് നൊബേൽ പ്രൈസിന് അർഹതയുണ്ടെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. സോ ചിലപ്പോൾ അത് ചെയ്തിട്ട് പുള്ളി ഉടായ്പ കാണിച്ച് മുങ്ങോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി കണ്ടറിയാം. പിന്നെ പുള്ളിയുടെ വാക്കും കേട്ട് ചില സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ചാടി ഇറങ്ങി പൊരുതാം, നമുക്ക് പിടിച്ചെടുക്കാം, കയ്യിലെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും എല്ലാം അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പോകാൻ സമയമായപ്പോഴത്തേക്കും അവന്മാർ പൊടിയും തട്ടി അങ്ങ് പോയി, മറ്റേവന്മാർ അവിടെ കിടന്ന് പെടുകയാണ് ചെയ്തത്. സോ അതുപോലത്തെ സിറ്റുവേഷൻസും ഉണ്ടാവാം. സോ എനിവേയ്സ് നമുക്ക് ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ്. അമേരിക്കയുടെ എവിടെയാണ് വീഴ്ച പറ്റിയതെന്നും എവിടെയാണ് ഫോൾസും കാര്യങ്ങളും എന്നുള്ള എല്ലാം ഇതൊന്നും നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എനിവേയ്സ് ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ബൈ.